ഹമാൻ എന്ന ശാന്തമായ ഗ്രാമത്തിൽ ഇഷാൻ എന്നു പേരുള്ള ഒരു സെന്റ് മാസ്റ്റർ തൻ്റെ അർപ്പണബോധമുള്ള വിദ്യാർത്ഥിയായ കീർത്തിയുമായി അഗാധമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. പുരാതന ആൽമരത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന സമയത്ത് ബഹുമാനത്തിൻ്റെ സത്തയെക്കുറിച്ചും അത് തടഞ്ഞു വയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ മാസ്റ്റർ ഇഷാൻ പങ്കിടാൻ തുടങ്ങി. കീർത്തി മാസ്റ്റർ ഇഷാൻ തുടങ്ങി. ബഹുമാനം ഒരു വിലപ്പെട്ട രത്നമാണ്. വിവേചനരഹിതമായി വിതരണം ചെയ്യപ്പെടരുത്. അത് സദ്ഗുണത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നേടേണ്ടത്. ബഹുമാനത്തിന് അർഹതയില്ലാത്ത പെരുമാറ്റങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. മാസ്റ്ററുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ ഉത്സുകയായ കീർത്തി വിവരണം വികസിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടു. സമാൻ ഗ്രാമത്തിൽ അർജുൻ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. മാസ്റ്റർ ഇഷാൻ പറഞ്ഞു. അർജുന് ധാരാളം കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങൾ വൈരുദ്ധ്യത്താൽ പ്രതിധ്വനിച്ചു. അവൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളവയായിരുന്നു. അവൻ്റെ പ്രവൃത്തികൾ സ്വയം സേവിക്കുന്നവയായിരുന്നു. അവൻ്റെ സാന്നിധ്യം വെളിച്ചത്തിന് പകരം നിഴലുകൾ വീഴ്ത്തി. കീർത്തി അർജുനെ ദൃശ്യവൽക്കരിച്ചു. അവനെ ചുറ്റിപ്പറ്റിയുള്ള വിയോജിപ്പുള്ള ഊർജം മനസ്സിലാക്കി. 1. മറ്റുള്ളവരുടെ വികാരങ്ങളെ അവഗണിക്കുക. അർജുൻ തൻ്റെ അന്വേഷണങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങളെ ചവിട്ടിമെതിച്ചു. മാസ്റ്റർ തുടർന്നു. അവൻ അവരുടെ വികാരങ്ങൾ നിരസിച്ചു. അവരോട് ക്രൂരമായി പെരുമാറി. നമുക്ക് ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളോടുള്ള അവഗണനയാൽ മലിനമായ മണ്ണിൽ ബഹുമാനം പൂവണിയുകയില്ല. ബഹുമാനത്തിന് യോഗ്യമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ സഹാനുഭൂതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കീർത്തി ആലോചിച്ചു. 2. വഞ്ചനാപരമായ ഉദ്ദേശങ്ങൾ. അർജുൻ അനായാസം ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു വഞ്ചന. മാസ്റ്റർ ഇഷാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ അവ്യക്തതയിൽ മൂടി. ആശയക്കുഴപ്പത്തിനും അവിശ്വാസത്തിനും കാരണമായി. ബഹുമാനം സുതാര്യതയിലും സത്യസന്ധതയിലും വളരുന്നു, വഞ്ചനയുടെ നിഴലിലല്ല. ആത്മാർത്ഥതയിലൂടെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യം കീർത്തി മനസ്സിലാക്കി. 3. വിനയത്തിൻ്റെ അഭാവം. അർജുൻ്റെ അഹങ്കാരം ഗ്രാമത്തിൽ ഒരു നീണ്ട നിഴൽ വീഴ്ത്തി. മാസ്റ്റർ തുടർന്നു. മറ്റുള്ളവരെക്കാൾ സ്വയം ശ്രേഷ്ഠനാണെന്ന് കരുതി അവൻ വിനയമില്ലായ്മ പ്രകടിപ്പിച്ചു. യഥാർത്ഥ ബഹുമാനം അതിൻ്റെ വേരുകൾ കണ്ടെത്തുന്നത് വിനയത്തിൻ്റെ ഫലഭൂയിഷ്ടമായ മണ്ണിലാണ്. അവിടെ ഓരോ വ്യക്തിയും ജീവിതയാത്രയിൽ സഹയാത്രികനായി അംഗീകരിക്കപ്പെടുന്നു. വിനയത്തിൻ്റെ സാരാംശത്തെക്കുറിച്ചും യഥാർത്ഥ ആദരവ് വളർത്തിയെടുക്കുന്നതിൽ അതിൻ്റെ പങ്കിനെക്കുറിച്ചും കീർത്തി ചിന്തിച്ചു. 4. സ്വാർത്ഥ അഭിലാഷങ്ങൾ. അർജുൻ്റെ പരിശ്രമങ്ങൾ സ്വാർത്ഥമോഹങ്ങളാൽ നയിക്കപ്പെട്ടു. മാസ്റ്റർ ഇഷാൻ വിവരിച്ചു. അവൻ മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ കാര്യമായൊന്നും ശ്രദ്ധിച്ചില്ല. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സാഹചര്യങ്ങൾ ചൂഷണം ചെയ്തു. നിസ്വാർത്ഥതയുടെ പൂന്തോട്ടത്തിൽ വിരിയുന്ന ഒരു പുഷ്പമാണ് ബഹുമാനം. അവിടെ കൂട്ടായ നന്മകൾ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ വിലമതിക്കുന്നു. പരസ്പര ബഹുമാനത്തിനുള്ള അടിത്തറ കെട്ടിപ്പിടിക്കുന്നതിൽ നിസ്വാർത്ഥതയുടെ പ്രാധാന്യം കീർത്തി തിരിച്ചറിഞ്ഞു. 5. മറ്റുള്ളവരുടെ സമരങ്ങളോടുള്ള സംവേദനക്ഷമത. സ്വന്തം അഭിലാഷങ്ങളാൽ അന്ധനായ അർജുൻ ചുറ്റുമുള്ളവരുടെ പോരാട്ടങ്ങളെ അവഗണിക്കുകയായിരുന്നു. മാസ്റ്റർ തുടർന്നു. ബഹുമാനം മനസ്സിലാക്കലിൻ്റെയും അനുകമ്പയുടെയും ഒരു ചരട് നെയ്യുന്നു. മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളോടുള്ള വിവേകമില്ലായ്മ പരസ്പര ബഹുമാനത്തിൻ്റെ ടാപ്പസ്ട്രിയെ കളങ്കപ്പെടുത്തുന്നു. ബഹുമാനമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ സഹാനുഭൂതിയുടെ പങ്ക് കീർത്തി അംഗീകരിച്ചു. 6. തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള വിസമ്മതം. അർജുൻ തൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ വിസമ്മതിച്ചു. മാസ്റ്റർ ഇഷാൻ പങ്കുവച്ചു. യഥാർത്ഥ ബഹുമാനം ഉള്ളിലെ അപൂർണതകളെ അംഗീകരിക്കുകയും വളർച്ചയുടെ യാത്രയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പരിണമിക്കാനുള്ള വിസമ്മതം പരസ്പര ബഹുമാനത്തിൻ്റെ സിംഫണിയിൽ നിന്ന് ഒരാളെ അകറ്റുന്ന ഒരു പൊരുത്തക്കേടിനെ പ്രതിധ്വനിപ്പിക്കുന്നു. ഒരാളുടെ തെറ്റുകൾ അംഗീകരിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള പരിവർത്തന ശക്തിയെക്കുറിച്ച് കീർത്തി ചിന്തിച്ചു. 7. വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ക്രൂരത. അർജുൻ്റെ വാക്കുകളും പ്രവൃത്തികളും ക്രൂരമായ ഒരു വശം വഹിച്ചു. മാസ്റ്റർ പറഞ്ഞു. ക്രൂരതയാൽ മലിനമായ അന്തരീക്ഷത്തിൽ ആദരവിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല. യഥാർത്ഥ ബഹുമാനത്തിൻ്റെ പ്രതിധ്വനി വാക്കുകളിലും പ്രവൃത്തികളിലും കാണപ്പെടുന്നു.
അത് ഐക്യം ഉയർത്തുകയും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ ദയ നട്ടുവളർത്തുന്നതിൻ്റെ ആഴത്തിലുള്ള സ്വാധീനം കീർത്തി തിരിച്ചറിഞ്ഞു. കീർത്തി മാസ്റ്റർ ഈശാൻ തുടർന്നു. ബഹുമാനം ഒരു വൺ വേ സ്ട്രീറ്റിൽ ഓർക്കുക. ഓരോ ഇടപെടലിലും പ്രതിധ്വനിക്കുന്ന ഒരു പ്രതിധ്വനിയാണത്. ഈ 7 പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ആദരവ് തടയുന്നത് ഒരു വിധിയല്ല, മറിച്ച് പൊരുത്തക്കേടിൻ്റെ അംഗീകാരമാണ്. അവർ കൊണ്ടുവരുന്നു യഥാർത്ഥ ബഹുമാനം പരസ്പര കൈമാറ്റമാണ്. ധാരണയുടെയും വിനയത്തിൻ്റെയും യഥാർത്ഥ ആദരവിൻ്റെയും ഒരു സിംഫണിയാണ്. മുന്നിലുള്ള പാതയെ പ്രകാശിപ്പിക്കാൻ ഒരു വിളക്ക് പോലെ മാസ്റ്ററുടെ ജ്ഞാനം വഹിച്ചുകൊണ്ട് കീർത്തി നന്ദിയോടെ വണങ്ങി. ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുണ്യത്തിൻ്റെ പ്രതിധ്വനികളാൽ പ്രതിധ്വനിക്കുന്ന ഒരു ബഹുമാന സംസ്കാരം വളർത്തിയെടുക്കാനും ഉയർത്തിപ്പിടിക്കാനുമുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. If you love to watch this video, you can like, share and subscribe.